ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അടിപൊളി ടേസ്റ്റിലൊരു ബീഫ് മന്തിയുടെ റെസിപ്പിയാണ്. അതിനായിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കിയ 3/4 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരുപാട് വലിയ കഷ്ണമായിട്ടല്ല, എന്നാലും അത്യാവശ്യം വലിപ്പത്തിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതിവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിലേക്കായിട്ടുള്ള മസാല ഒന്ന് പൊടിച്ചെടുക്കാം. 1 ടീസ്പൂൺ പെരിഞ്ജീരകവും 1/2 ടീസ്പൂൺ നല്ല ജീരകവും 1.5 ടീസ്പൂൺ കുരുമുളകും കൂടി ഒരു മിക്സി ജാറിലേക്കിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇതാ നമ്മൾ ഈ ഒരു പാകത്തിന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മന്തിക്ക് വേണ്ട മസാല ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് 3-4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 3 ഏലക്ക, 3 ഗ്രാമ്പു, 2 കഷ്ണം പട്ട, ഒരു ബേ ലീഫും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 10 ചെറിയ ഉള്ളി അരിഞ്ഞതും 2 പച്ചമുളക് അരിഞ്ഞതും കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്ത് ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ പൊടിച്ചു വെച്ച മിക്സ് ഇട്ട് കൊടുത്ത് 1 മിനിറ്റ് വഴറ്റിയ ശേഷം 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ മന്തി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത ശേഷം നല്ലപോലെ വഴറ്റിയെടുക്കുക. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. ശേഷം നമ്മൾ കഴുകി വെള്ളം വാർന്നു വച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുത്ത് ഒരു 2-3 മിനിറ്റ് ഇളക്കി യോജിപ്പിക്കാം. ഇതിനാവശ്യമായ അല്പം ഉപ്പ് ചേർക്കാം. കുറച്ച് ഉപ്പേ ചേർക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാഗി ക്യൂബിന് ഉപ്പുണ്ടാകും, അതുകൊണ്ട് അത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു തക്കാളി അരച്ചത് കൂടി ചേർത്ത് ഒന്ന് മിക്സാക്കി മൂടി വെച്ച് 5-6 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ബീഫ് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട ബസുമതി റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മളിവിടെ 3 ഗ്ലാസ് അരി അരമണിക്കൂർ കുതിർത്ത ശേഷം കഴുകി വെള്ളം വാർന്നെടുത്തിട്ടുണ്ട്. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് 2 ഏലക്ക, 2 ഗ്രാമ്പു, 2 കഷ്ണം പട്ടയും കൂടി ഇട്ട് ഒരു 8 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ഡ്രൈ ലെമൺ കൂടി ഇട്ട് കൊടുക്കുക. ചോറിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ അരി ഇട്ട് കൊടുത്ത് ഒരു 90% വേവിച്ചെടുക്കാം. അരി വെന്ത് വരട്ടെ. ബീഫ് വേവിച്ച കുക്കറിൻ്റെ പ്രഷർ എല്ലാം പോയ ശേഷം തുറന്ന് നോക്കാം. ബീഫ് നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിലെ ഗ്രേവിയിൽ നിന്ന് ബീഫിൻ്റെ കഷ്ണങ്ങളൊന്ന് മാറ്റി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിൽ അല്പം ഓയിൽ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഇതാ ബീഫ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ചോറും വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റി ഗ്രേവിയിലേക്ക് ചോറിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിന് മുകളിലായി അല്പം മഞ്ഞൾ കലക്കിയത് ഒന്ന് തൂക്കി കൊടുക്കാം. ശേഷം ഇതിന് മുകളിൽ ബീഫ് ഫ്രൈ ആക്കിയതിട്ട് ഒന്ന് നിരത്തി കൊടുക്കാം. എന്നിട്ട് ചോറിന് നടുക്കായി ഒരു പാത്രത്തിൽ കനലിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ കുക്കർ അടച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. 5 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം കുക്കർ തുറന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായ ബീഫ് മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.